ഞങ്ങളിവിടെ ഇന്ന് ഭയങ്കര രസകരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മീനച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ലക്ഷ്മി ഉണ്ടാക്കുന്നത്. അവളത് ഉണ്ടാക്കാൻ പഠിച്ചതെല്ലാം ഞാനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ കൊണ്ടുവന്ന മീനച്ചാർ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ കണ്ടു കാണില്ലായിരുന്നു മെയിനായിട്ട് തപ്പി പഠിക്കുന്നത്. അപ്പൊ എന്ത് ഇടവഴി കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്ന മെയിൻ കാര്യം, ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇതെന്റെ യൂട്യൂബ് ചാനലിൽ ഇടാനാണ്. ഞാൻ യൂട്യൂബ് ചാനൽ ഇവിടെ വിറ്റു. വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനൊരു ഈ ഡിപ്പെൻഡന്റ് ലേഡിയിൽ നിന്നും ഒരു ഇൻഡിപെൻഡന്റ് ലേഡിയാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത്, അല്ല വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണണം. അപ്പൊ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലിലിട്ട് കുത്തണം. അപ്പൊ ഇതിനകത്ത് എന്റെ ചാനലാണെങ്കിൽ ഞാനൊന്ന് വിറ്റു. നിയമപരമായിട്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു അവകാശമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് ആദ്യം ഉലുവ പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഉലുവ ഉലുവ വറുത്തു. ഇനി മിക്സിയിലിടണം. ഉലുവ നമ്മൾ നെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നതിന് ആദ്യം വേണ്ടത് ഉലുവ വറുത്ത് പൊടിക്കുക എന്നുള്ളതാണ്. ഇത് ഉലുവ അച്ചാറാണ്. വറുത്ത് ഗ്യാസ് ഓഫ് ചെയ്തോ. ഇങ്ങനെ വെളുത്തുള്ളി കുറേ വെളുത്തുള്ളി ഇടണം കേട്ടോ. ഇഷ്ടംപോലെ വെളുത്തുള്ളി ഇടണം. പിന്നെ ഇനി ഇഞ്ചി തൊലിക്കണം. ഇഞ്ചി തൊലിക്കണം. ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിങ്ങനെ വീഡിയോ ഒന്നും ഇത് ഇങ്ങനെ എടുക്കാനൊന്നും എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ ആഷൻ എന്ന് പറയാനേ അറിയത്തുള്ളൂ. വേറെ വല്ലതും വീഡിയോ എടുത്തോളൂ. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാൻ ആരും ഇല്ല. വെളുത്തുള്ളി എന്നാ പൊടിച്ചിടാ, വെളുത്തുള്ളി എല്ലാം പൊടിച്ചിടാ. പെട്ടെന്ന് അവർക്ക് കണ്ടോണ്ടിരിക്കുക അവര്. പിന്നെ പ്രധാനമായിട്ടും വേണ്ട സാധനം എന്ന് പറയുന്നത് മീനച്ചാറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മീനച്ചാറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വേറെ ഒന്നും ഇല്ലേലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ലേലും അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മീൻ വേണം. ഭയങ്കര കോമഡി ആയിപ്പോയി. അടുത്ത് പറയാനാണ് ഇയാളെ മുഖത്തോട്ട് കാണിക്കാൻ പറഞ്ഞത്. ഇയാൾക്ക് കോമഡി പറയാ. നീ എന്തോടി നോക്കുന്നേ പോലും രണ്ടെണ്ണം. എടി അത് ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നീയും പിള്ളേരും കൂടെ മറ്റേ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് കുറെ ഓൺലൈൻകാരെല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഫാഷൻ പഠിച്ചും കണ്ടോ. ഇവിടുത്തെ പ്രശ്നം എന്തോന്നറിയോ നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ചുരിദാറും ടോപ്പും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കൊച്ചാ. സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമൊക്കെ ഉള്ളത്. പക്ഷെ എന്റെ പിള്ളേർക്ക് ഇപ്പം ഫാഷൻ കാര്യങ്ങളായിപ്പോ. അപ്പൊ ഞാൻ മര്യാദക്ക് ഒരു വേഷം ഇട്ട് പോരാ അവളുമാരത് എപ്പി ഒന്ന് ഇച്ചിരി ഒന്ന് സെസ്കി ആവണം ജീവി എന്ന് പറഞ്ഞുകൊണ്ട് അവളുമാരെ എന്നെ അങ്ങനെ ആക്കിയത്. അപ്പം രണ്ട് പിള്ളേരോട് ചേർന്ന് വിളിച്ചുകൊണ്ടത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ എടുക്കാൻ നടക്കുന്നവർക്ക് കുറേയൊക്കെ ഔചിത്യബോധം വേണം. ഒരു ആരാന്നുണ്ടെങ്കിലും മനുഷ്യരാണ്, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയുള്ള ചിന്ത വേണം. ഇവന്മാർക്ക് ലെവലേജം ഈ ചിന്ത തൊട്ട് തീണ്ടിയിട്ടാത്ത കുറേ എണ്ണം ഒരു മൊബൈലും എടുത്തങ്ങ് ആൾക്കാരെ ചുറ്റും ഇങ്ങനെ നടത്താൻ കറങ്ങുക. കാണാൻ വന്ന സിനിമ വേറെ. അതുകൊണ്ട് മീനച്ചാറിലേക്ക് വരാം. എന്നാലും ഞാൻ പറഞ്ഞതാ, വേറെ സിനിമ കാണാനാണ് പോയത്. ഉടനെ മറ്റേ ഇവർ വന്നിട്ട് പറഞ്ഞത് മറ്റേ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം. എന്ത് നാശങ്ങളാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആണ് അത്ര രണ്ടെണ്ണം അടി തുടങ്ങി. എന്തായാലും ഇവിടുത്തെ മീനച്ചാറൊന്ന് കുളമാകും. കാരണം ഒരാൾ താഴെ മീൻ നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഞങ്ങൾ നെമ്മീനാണ് മേടിച്ചത്. നെമ്മീനാണ് ഏറ്റവും നല്ലത്. ഇത് 2.5 കിലോ നെമ്മീൻ കാണും. അച്ചാറിടുമ്പോഴത്തേക്ക് പീസ് വെക്കണം. അച്ചാറിടുമ്പോൾ നമ്മൾ മെയിനായിട്ട് പീസ് ചെറുതായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ ഈ നേരത്തെ കാണിച്ച ആ പച്ച നെമ്മീനകത്ത് നമ്മൾ ഈ മുളകും അതും ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി വളരെ കുറച്ച് കായപ്പൊടി കൂടരുത്. കുറച്ച് കായപ്പൊടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇട്ടോ ഇല്ല കൈക്ക് ഇത് കേട്ടോ. കായപ്പൊടി, ഉപ്പും കൂടെ ഇട്ട്, ഉപ്പ് സോൾട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ നല്ല നെടുനീളത്തിൽ കിടക്കുന്ന പച്ചമുളക് എല്ലാം കൂടെ ഇടണം. അതെ, എന്നാ വിനെഗർ. ബാക്കി ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കാം കേട്ടോ. ഇവിടെ എനിക്ക് വേറെ കുറച്ച് നമ്മള് അച്ചാർ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഫിഷ് ഫ്രൈ. ഫിഷ് ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാണ്. നല്ലെണ്ണ ഒഴിക്കുക പാനിലോട്ട്. നമുക്കിവിടെ സമയപരിമിതി ഉണ്ടായതുകൊണ്ട് നമ്മൾ 2 പാത്രത്തിലാണ് മീൻ മറക്കുന്നത്. കാരണം ഇപ്പൊ ഇറങ്ങണം, 1 മണിക്കൂറിന് ഇറങ്ങും. അതിനുമ്പ് ഒന്നും വീഡിയോ ഒന്നും എടുത്ത് കഴിയാൻ പറ്റത്തില്ല. നീ ലാസ്റ്റ് വീഡിയോ നീ കിട്ടാൽ മതി. ആ ഫൈനൽ വീഡിയോയിൽ ഞാൻ ഉണ്ടാവത്തില്ല ഫ്രണ്ട്സ്. എനിക്ക് പോകണം, എനിക്ക് കോട്ടയത്തേക്ക് പോകണം. ഓക്കെ. പിന്നെ പൊതുവേ ഇതൊന്നും നമ്മൾ ചെയ്തില്ല. ഞങ്ങളിവിടെ സാധാരണ ചട്ടിയും കലവും ഒക്കെ കണ്ടോ. ചട്ടിയും കലവും കണ്ട തട്ടി മുട്ടിയിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കണ്ടോ
തൈര് ഇങ്ങനെ ഇതൊക്കെ നമ്മളിതൊക്കെ നമ്മുടെ പാത്രങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഇനി ഈ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ചോദിച്ചുകൊണ്ട് വരരുത്. ഇത് വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റാണ്. തൊട്ടപ്പുറത്തെ ഫ്ലാറ്റാണ് വാങ്ങിയത്. ഇതുകൂടെ വാങ്ങി രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ചാക്കി വലിയ രീതിയിലൊന്ന് ഇൻറ്റീരിയറൊക്കെ ചെയ്തെടുക്കണമെന്നുള്ളൊരു പ്ലാനിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വരുന്നവർ പിന്നെ വന്നാൽ മതി, ഞങ്ങൾ തരാം. ഓക്കെ, ഇത്തിരി പൈസയും കൂടെ ഒക്കെ ആവട്ടെ. ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ. ലക്ഷ്മി ഇൻഡിപെൻഡൻ്റ് ആക്കാനാ, അതെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാ. ഇവർക്ക് ഉള്ളതാവട്ടെ. 5000 രൂപയ്ക്ക് 5000 രൂപ. ഇവള് പറയാം എന്തെങ്കിലും കോമാളി വീഡിയോസൊക്കെ ഇതിനകത്ത് ഇട്ടോളൂ. താങ്ക് യു. ഇനിയാണ് നമ്മൾ മീൻ പറക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറക്കി മീൻ ഇടരുത്. ഒട്ടി ഒട്ടി ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല ഗ്യാപ്പ് ഇട്ടിരിക്കണം. സ്നേഹിക്കാനേ പാടില്ല ഈ മീൻ ഭക്ഷണങ്ങൾ തമ്മിൽ. എല്ലാവരും വ്യത്യസ്തരായിരിക്കണം. അപ്പോൾ ഇങ്ങനെ പരിപാടി തുടങ്ങി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പോവുക കേട്ടോ. മീൻ വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. മീൻ വറുത്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ പോകും. അങ്ങനെ നമ്മൾ വറുത്ത് കുറച്ച് കോരി വെച്ചിട്ടുണ്ട്. ബാക്കി വറക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ ഇത് കണ്ട എന്തോ ഒരു ടേസ്റ്റ്. സോഷ്യൽ മീഡിയ മൊത്തം കള്ളത്തരങ്ങൾ കാണിക്കും. ഒരു സത്യവും പറയരുത്. നമ്മൾ വായിക്ക് വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ എന്ന് പറയാം. അപ്പോൾ കറക്റ്റ് കഴമുറാനിരിക്കണം. ചൂട് നോടാ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിത് കൂടുതലും നമ്മളിത് വറുത്ത് കോരി എടുത്തിരിക്കുകയാണ്. എല്ലാം വറുത്ത് കഴിഞ്ഞു. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കൈ നീട്ടി എന്തോ ഡേയ് ഇങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെ എല്ലാവരും വന്ന് വരിയായിട്ട് നിൽക്കുക കണ്ടോ. എല്ലാവരും നോട്ടം മീനച്ചാറിലാണ്. അതിന് ബാക്കി പരിപാടി ഞാനിപ്പോൾ ഇറങ്ങും കേസ്. അങ്ങനെ നമ്മുടെ അച്ചാറിന്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എണ്ണ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലെണ്ണ തിളച്ച് അവർക്ക് പക്ഷെ നല്ല കിട്ടും. എണ്ണ തോനായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പാത്രം ഇങ്ങനെയുള്ള പാത്രമായിട്ടാണ്. അതെ എന്നെ പണ്ട് മട്ടൻ കറി വെച്ചപ്പോ എണ്ണ തോനെ ഒഴിച്ചെന്ന് പറഞ്ഞ് കളിയാക്കി. 3-4 അച്ചാർ നല്ല എണ്ണ വേണം. 3 കിലോ നെയ്മീനാ. ചാറിന് കുന്തം വേണം. 3 കിലോ നെയ്മീനാണ്. 3 കിലോ നെയ്മീനാ ഉരുട്ടി എടുത്ത് പരിവാക്കിയത്. വയർത്ത് വരും സഹിക്കാൻ പറ്റാത്ത എന്താ സീരിയലും അല്ല. എടപ്പോണ്ണ അങ്ങ് റെഡിയായി. ഇതെല്ലാം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ല കടുക് ഇങ്ങനെ കോരി ഇടണം. ഇഷ്ടം പോലെ കോരി ഇടണം. ഇഷ്ടം പോലെ ഉണ്ടോ. കിലോ കണക്കിന് കടുകാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. പൊട്ടുന്ന വരാൻ ആൾക്കാർ വെയിറ്റ് ചെയ്തില്ല. അവർക്കൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി കറിവേപ്പില വലിച്ചു വാരി ഇട്ടണം. ഈ കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ വലിച്ചു പറിച്ചിടുകയാണ്. ആഹാ എന്തോ ഒരു മണം. നിങ്ങൾക്ക് വരുന്നുണ്ടോ മണം? ഉണ്ടോ എന്താ രസമാണ്. ഇനി നമ്മള് ഇതിലേക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് ചോപ്പറിലിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഇടാം. നല്ല മണം ഗൈസ്, നല്ല മണം. സൂപ്പർ. ഇനി ഇളക്ക്. അപ്പൊ നമ്മൾ ചതച്ച് വെച്ച നമ്മൾ നല്ലെണ്ണ വാർത്ത് നാടൻ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചിടണം. അതെ തൊലിയോടുകൂടി ചതച്ചിടണം. ഇതിന്റെ ഒപ്പം പച്ചമുളക് ഇട്ട് പച്ചമുളക് ഇപ്പൊ ഇത് ഇളക്കുന്നത് ഞാനാട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് അവകാശപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ടാണ് ഇതിപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് കേസ്. കാരണം ഇത് ഇളക്കിയത് ഞാനാ. നല്ലോണം ഇളക്കട്ടോ. വഴട്ടെ. തിരികൂട്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മറ്റേ വറുത്ത് കോരി വെച്ച് മസാല ആരിടും? മസാല ലക്ഷ്മി ഇടും. ബിഗ് ബോസിൽ എന്തൊരു കുക്കറി ഷോ ആയിരുന്നു.
ഇത് മതിയടി, ഇത്രയും മതി, എനിക്ക് പോകണം. ഒക്കത്തില്ല. ഇനി നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പൊടിച്ച് തയ്യാറാക്കിയ ഒരു മസാല ഇടുകയാണ്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞു തരത്തില്ല കേട്ടോ, ചുമ്മാത ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കും. എനിക്കൊരു അച്ചാർ കമ്പനി തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ബാക്കി സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുവാ, ഇനി അതെല്ലാം പൊട്ടിച്ച് ബാക്കി പരിപാടിയൊക്കെ ആയിട്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു, വീണ്ടും താങ്ക് യു. ഇതാണ് നമ്മുടെ മസാല. ഇതിനകത്ത് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇച്ചിരി ഉള്ളിൽ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ഒരു മിക്സാണ്. ഇത് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഡയറക്റ്റ്ലി പൊടി ഇട്ടാൽ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ഇനി ഇതിടാം. അന്നം പോയി കേട്ടോ, അന്നം പറഞ്ഞില്ല, അന്ന് വെച്ച് തിരക്കുള്ള ദിവസമായിരുന്നു, അന്നം പോയി. ഞാൻ തന്നെത്താനാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ മസാല ഇട്ട് ഇനി മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് തരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം സിമ്മിൽ തന്നെ ഇടുക. ഓക്കെ, അങ്ങനെ വിനെഗർ തിളച്ചു. മസാലയൊക്കെ നല്ല നല്ല മണം വരുന്നുണ്ട്, നല്ല കറക്റ്റ് പരുവത്തിനാണ്. നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ഗ്രേവി പ്രിഫർ ചെയ്യുന്ന അനുസരിച്ച് എങ്ങനെയാണോ പ്രിഫർ ചെയ്യുന്നത്. ഫ്ലെയിം കൂട്ടി കൊടുക്കണം. ഹലോ, ഇത് സെൽഫി വീഡിയോ ആണ്. അണ്ണൻ വീഡിയോ എടുത്തപ്പം പറഞ്ഞില്ലായിരുന്നു, അണ്ണൻ കോട്ടയം വരെ പോകണമായിരുന്നു. അങ്ങനെ അണ്ണൻ ഇറങ്ങി വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാനും എൻ്റെ മീനച്ചാറും ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പം മീനച്ചാർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എവിടേക്കോ മിസ്സായെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും മീനച്ചാർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കി വന്നപ്പം വിനെഗറിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നേ, വിനെഗർ കുറച്ചേ ഒഴിക്കാവൂ. അഥവാ എന്താ പറയുക, കുറവായിട്ട് തോന്നിയാൽ പിന്നെ നമുക്ക് വിനെഗർ ഒഴിക്കാം. ഡയറക്റ്റ് ഒഴിക്കരുത്, തിളപ്പിച്ചൊഴിക്കണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം വിനെഗർ ഈ ഒരു ഗ്ലാസിൻ്റെ ഹാഫാണ് എടുത്തത്. ഇത്രയും കൂടി എനിക്ക് വേണ്ടി വന്നു, ഹാഫും കൂടി എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ ഒരു ഫുൾ ഗ്ലാസ് വിനെഗർ വേണ്ടി വന്നു. 3 കിലോ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മീനച്ചാർ കാണിക്കട്ടെ.